പാർപ്പിടം, തൊഴിലുറപ്പ്, ശുചിത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ചവറ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 53 കോടി 75 ലക്ഷം വരവ് പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ലൈഫ് ഭവന പദ്ധതിക്കായി 10 കോടി രൂപ നീക്കിവെച്ചു. 53 കോടി 75 ലക്ഷത്തി 51,526 രൂപ വരവും 53 കോടി 39 ലക്ഷത്തി 76,476 രൂപ ചെലവും 35 ലക്ഷത്തി 75,050 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അവതരിപ്പിച്ചത്. റവന്യൂ ഗ്രാമിൽ നിന്നുള്ള പദ്ധതി ഇതര ചെലവുകൾ 11 കോടി, ആകെ റവന്യൂ ചെലവുകൾ 50 കോടി 43 ലക്ഷത്തി 45,476. മറ്റ് മൂലധന ചെലവുകൾ 2 കോടി 96 ലക്ഷത്തി 31,000. ആകെ മൂലധന ചെലവുകൾ 2 കോടി 96 ലക്ഷത്തി 31,000. ആകെ ചെലവുകൾ 53 കോടി 39 ലക്ഷത്തി 76,476. നീക്കിയിരിപ്പ് 35 ലക്ഷത്തി 75,050. ചവറ ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇക്കോ ടൂറിസം, ചിൽഡ്രൻസ് പാർക്ക് എന്നീ പദ്ധതികൾ ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. ലൈഫ് ഭവന നിർമ്മാണത്തിനായി 10 കോടി രൂപ വകയിരുത്തി. ശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്കായി 3.37 കോടിയും ആരോഗ്യ മേഖലയ്ക്കായി 1.3 കോടിയും വനിതാ ശിശു വികസനത്തിനായി 1.48 കോടിയും സമ്പൂർണ്ണ ശുദ്ധജല പദ്ധതിക്കായി 1 കോടി രൂപയും നീക്കിവെച്ചു. റോഡ് നിർമ്മാണത്തിനായി 2.5 കോടി രൂപയും വയോജനക്ഷേമത്തിനായി 10 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. സ്ഥലവും കെട്ടിടവുമില്ലാത്ത ആരോഗ്യ ഉപകേന്ദ്രങ്ങൾക്ക് വസ്തു വാങ്ങി കെട്ടിടം നിർമ്മിച്ചു നൽകും. പശ്ചാത്തല സേവന ഉൽപാദന മേഖലകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തൊഴിൽ നൈപുണ്യ പരിശീലനം, സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ, കൃഷി, മൃഗസംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയ്ക്കും തുക വകയിരുത്തി. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി എല്ലാ വീടുകളും ബയോബിൻ സ്ഥാപിക്കും. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. എല്ലാ മേഖലയ്ക്കും നമുക്ക് പണം ചെലവഴിക്കുന്നതിന് സാധിച്ചു. അംഗൻവാടി തൊട്ട് സ്കൂളുകൾ വരെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഫണ്ട് വിനിയോഗിക്കുകയും വകയിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആശുപത്രിയുടെ വികസനത്തിന് വലിയ താല്പര്യവും ഒക്കെ നമ്മൾ ബജറ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്രോജക്റ്റിലും അതിനുവേണ്ടി തുക വകയിരുത്തിയിട്ടുണ്ട്. വലിയ പ്രോജക്റ്റുകൾ, വളരെ ധൈര്യസമേതം വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, ചവറ.